സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള ട്രിബ്യൂണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ടിൽ നടന്ന അതിദാരുണമായ ഒരു കൊലപാതകം. കൗമാരപ്രായത്തിലുള്ളവരാണ് രണ്ടുപേരും. അപ്പോൾ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, 9ാം ക്ലാസ്സുകാരി, 16 വയസ്സുള്ള, 16 എന്ന് പറഞ്ഞാൽ 17 വയസ്സാവും അവന്, +1 പഠിക്കുന്നവൻ, അവൻ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു. അപ്പോൾ അവൻ്റെ പിന്നിൽ വേറെ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പലരും പല രീതിയിൽ പൊടിപ്പിലും തൊങ്ങലും ചേർത്ത് എല്ലാം വാർത്തകൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ശരി, ആ മാതാപിതാക്കൾക്ക് പെൺകുട്ടിയെ നഷ്ടമാണ്. അത് തീർത്താൽ തീരാത്ത സങ്കടമാണ്. ആ ദുഃഖത്തിൽ നമ്മളെല്ലാം പങ്കുചേരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പെൺകുട്ടികളാണ്, ഏത് സമുദായമായിരുന്നാലും ഏത് മതമായിരുന്നാലും ശരി, അവരെ മതവിദ്യാഭ്യാസം വീടുകളിൽ നിന്ന് കൊടുക്കണം. മാതാപിതാക്കൾ എപ്പോഴും പഠിക്കുന്ന കാര്യം മാത്രമല്ല, ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ, അത് ഏത് സമുദായമായിക്കൊണ്ട് പോട്ടെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മക്കളെ വഴിപിഴയ്ക്കാതെ ജീവിക്കണമെന്നും ചാരിത്രം, അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയിരുന്നാലും ശരി, പെൺകുട്ടിയായിരുന്നാലും ശരി, ആൺകുട്ടിയായിരുന്നാലും ശരി, ആ ചാരിത്ര ശുദ്ധിയോടുകൂടി ജീവിക്കണമെന്നും അതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ഒരു സ്ത്രീയുടെ ചാരിത്രം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വിലപ്പെട്ടത്. ഇന്നിപ്പോൾ പല ചാനലുകളിലെ ഈ ക്യാമറാമാന്മാരും ഒരു വടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പെൺപിള്ളേരുടെ ബാക്കിൽ. അത് കോളേജിൽ പഠിക്കുന്നതായിരുന്നാലും ശരി, പിന്നെ +2 പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലായിരുന്നാലും ശരി, ആൺപിള്ളേരുടെ അടുത്തൊക്കെ വളരെ കുറച്ചാണ് ചോദിക്കുന്നതെല്ലാം പെൺപിള്ളേരുടെ അടുത്താണ്. ആൺപിള്ളേരെ കണ്ടാൽ നിങ്ങൾ ആദ്യം എവിടെയാണ് നോക്കുന്നത്? പിന്നെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇഷ്ടമാണോ, മറ്റത് മറിച്ചത്? ഈ ക്യാമറാമാന്മാരെയാണ് ആദ്യം കൊടുക്കേണ്ടത്. പോലീസ് കേസെടുക്കണം, നിർബന്ധമായിട്ട്. കാര്യം അവൻ്റെ വീട്ടിൽ ചെന്ന് ഈ ക്യാമറയും കൊണ്ട് വരുന്ന അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആണ് ചോദിക്കാനുള്ളത്. അവൻ്റെ സഹോദരി, അല്ലെങ്കിൽ അവൻ്റെ മകള്, അല്ലെങ്കിൽ അവൻ്റെ പിന്നെ ബന്ധുക്കൾ, അവരുടെ അടുത്ത് വേണം ചെന്ന് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് പിന്നെ എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്? ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ശാരീരിക ബന്ധത്തിൽ